മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെയും, നമ്മൾ 9 നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുക. പലരും ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ 50 നോയമ്പ് അല്ലെങ്കിൽ നോമ്പ് കാലഘട്ടം നമ്മൾ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്? 5 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടും ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട്, ഈ നോമ്പ് കാലഘട്ടം പിശാചിൻ്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുവാനായിട്ട് പ്രത്യേകമായിട്ടും ദൈവം തരുന്ന അവസരം കൂടിയാണ്. അതായത് സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. ഈ 4-ാം അധ്യായത്തിലെ 40 ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ച് കഴിഞ്ഞ ശേഷമാണ് അവന് വിശന്നു. അപ്പോഴാണ് പ്രലോഭകൻ അവൻ്റെ അടുത്ത് വന്നത്. പലരും ചോദിക്കാറുണ്ട്, അച്ഛാ, പ്രാർത്ഥിക്കും തോറും എന്തുകൂടും? എന്താ കാര്യം ഇത്? അപ്പൊ പ്രാർത്ഥിക്കാണ്ടിരിക്കല്ലേ നല്ലത്? യേശുവോട് കൂടുതൽ അടുക്കും തോറും സഹനങ്ങൾ നമുക്ക് വരും. പ്രാർത്ഥിക്കും തോറും തീർച്ചയായിട്ടും സഹനങ്ങൾ കൂടും. ഉറപ്പ കാര്യത്തിൽ ഒരു സംശയ കാര്യത്തില്ല. അപ്പൊ നാളെ മുതൽ അടുത്ത ആഴ്ച ഇവിടെ ആരും കാണില്ല പ്രാർത്ഥിക്കാനായിട്ട്, ഉറപ്പാ. ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും ദൈവം നമുക്ക് പരീക്ഷകൾ അനുവദിക്കും. നിങ്ങൾ മരുഭൂമി പരീക്ഷയിലെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു. അതുവരെയും പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നില്ല. യേശു ഉപവസിച്ച് ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് പിശാച് പരീക്ഷിക്കാനായിട്ട് വരുന്നത്. നമുക്ക് പ്രാർത്ഥന കൂട്ടി കഴിഞ്ഞാല് പിശാച് ഓട്ടോമാറ്റിക്കലി നമ്മളെ പരീക്ഷിക്കാനായിട്ട് വരും. ചില സഹനങ്ങൾ തന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനാണ് എളുപ്പം. ഞാൻ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാത്സ് പേപ്പറാണോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ? അല്ല. എന്താ വ്യത്യാസം? ഇപ്പൊ 15 വയസ്സായ 10ൽ പഠിക്കണം എന്ന നിയമമുണ്ടോ? ഇല്ല. 15 വയസ്സായി 10ാം ക്ലാസ്സിൽ നിർബന്ധമൊന്നുമില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ആ മാത്സ് പേപ്പറിൽ ആ കൊച്ചിനടുത്ത് കൊണ്ടുപോയിട്ട് 10ാം ക്ലാസ്സിലെ മാത്സ് പേപ്പർ കൊടുക്കുമോ? കൊടുത്ത നിങ്ങൾ എന്ത് പറയും? ഒരു ടീച്ചർ പോയിട്ട് തെറ്റിയിട്ട് മാത്സ് പേപ്പറിന്റെ 10ാം ക്ലാസ്സിലെ പേപ്പർ എടുത്ത് 1ാം ക്ലാസ് കുട്ടി കൊടുത്താലേ ആ കുട്ടി എന്താ ചെയ്യാ? അങ്ങോട്ട് മറിച്ചു നോക്കും, ഒരു പിടുത്തം കിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ പറയും, ടീച്ചർക്ക് വല്ല തലയ്ക്ക് വല്ല ഓൺലൈൻ ചോദിക്കും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് സഹിക്കാനുള്ള സഹനം മാത്രമേ യേശു അനുവദിക്കുള്ളൂ. യേശുവിനെ ആ മരുഭൂമിയിലേക്ക് ആത്മാവ് നയിച്ചിട്ടാണ് പിതാവായ ദൈവം പ്രലോഭനെ പറഞ്ഞയച്ചത്. ഈശോയ്ക്ക് സഹിക്കാനുള്ള സഹനാണ് പിതാവ് ദൈവം അനുവദിച്ചത്. നമുക്കും അങ്ങനെ തന്നെയാ. ഇനി 1ാം ക്ലാസ്സിലെ മാത്സ് പേപ്പർ ജയിച്ചു കഴിഞ്ഞാൽ മാർച്ച് മാസത്തില് പരീക്ഷ കഴിയുമ്പോൾ ടീച്ചർ ഒരു പ്രൊമോഷൻ കൊടുക്കും. എങ്ങോട്ട്? 2ലേക്ക്. 2ലത്തെ അടുത്ത പരീക്ഷ ജയിച്ചു കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും 3ലേക്ക്. ഞാൻ ചിന്തിക്കുകയായിരുന്നോ, എന്തിനാ ഈ ഓരോ കൊല്ലം ഇങ്ങനെ പരീക്ഷ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? എല്ലാ പരീക്ഷയും കൂടിയിട്ട് 10ാം ക്ലാസ് എടുത്താൽ മതിയില്ലേ? വിരിച്ചേ, അത് നല്ലത്. എന്തേ എല്ലാ പരീക്ഷയും കൂടിയിട്ട് 10ാം ക്ലാസ് എടുക്കാം. ചിലർ 1ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ നടക്കും
3-ാം ക്ലാസ്. അവസാനം എന്ത് ചെയ്യും? എല്ലാ പരീക്ഷകളും 10ാം ക്ലാസ്സിൽ വരും. ഞാൻ പറഞ്ഞ് മനസ്സിലായ? 1-ാം ക്ലാസ് കഴിയുന്ന സഹനം നമ്മൾ പരീക്ഷ പാസ്സാവാണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ 2-ാം ക്ലാസ് നടക്കുക. അവസാനം കർത്താവ് എന്ത് ചെയ്യും? പോണ നേരാമോ എല്ലാം 10 വർഷ സഹനം കൂടിയിട്ടും പഠിക്കാൻ തരും. പാസ്സാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഓരോ ക്ലാസ്സിന്റെ പഠനം പഠിച്ച് പോയി നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറാൻ പറ്റും. ഈ നോമ്പ് കാലഘട്ടം യേശു നമുക്ക് അനുവദിച്ചിരുന്നത് പിശാചിന്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി സഹനത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ നോമ്പ് കാലഘട്ടത്തിലെ 1-ാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഈ 1-ാം ക്ലാസ് മാത്സ് പേപ്പർ, 2-ാം ക്ലാസ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. 10ാം ക്ലാസ് എത്തിയ കൊച്ചിന് 1-ാം ക്ലാസ് മാത്സ് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസി. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് കൊച്ചു കൊച്ചു സഹനങ്ങൾ അനുവദിച്ചിട്ടാണ് വലിയ സഹനങ്ങൾ ഈശോ അനുവദിക്കും. അപ്പൊ കൊച്ചു കൊച്ചു സഹനങ്ങൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചാലാണ് വലിയ സഹനങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകാൻ സാധിക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടി ചെറിയ സഹനങ്ങളും 1-ാം ക്ലാസ് മാത്സ് പേപ്പർ അട്ടിക്കളഞ്ഞ് പരീക്ഷ നടന്നു കഴിഞ്ഞാൽ എല്ലാ പേപ്പറും കൂടി ഒരുമിച്ച് വന്നാൽ നമ്മൾ തലയും കുത്തി വീഴും. അതില്ലാതിരിക്കാനാണ് എല്ലാ കൊല്ലം ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങി പരിഹാരം ചെയ്ത് കടബാധ്യത കുറച്ച് പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മൾ വീണ്ടും വിശുദ്ധമായ ജീവിതം പുണ്യബോധത്തിലേക്ക് നയിക്കാനായിട്ടുള്ള ആഹ്വാനം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം. രണ്ടാമത്തെ കാര്യം, തോബിത്തിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ നിങ്ങൾ ബൈബിളിൽ നിങ്ങൾ എടുത്ത് വായിച്ച്. തോബിത്തിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയുടെ കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. വായിച്ചോ. അടുത്തൊന്ന് വായിച്ചോ. 9-ാമത്തെ വാക്യം വായിച്ചോ. എന്ത്? ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ നമ്മള് ഉപവാസത്തോടും നീതിയോടും ദാനധർമ്മത്തോടും കൂടിയുള്ള പ്രാർത്ഥനയാണ് വിശിഷ്ടമായിട്ടുള്ളത്. അപ്പൊ ഈ നോമ്പ് കാലഘട്ടം പ്രാർത്ഥനയുടെ ആഴത്തിലെ ശക്തി കൂട്ടാനാണ് ഈ 50 നോയമ്പ് നമ്മൾ എടുക്കുന്നത്. ഉപവാസത്തോടു കൂടിയിട്ട് ത്യാഗത്തോടു കൂടി നോമ്പ് അനുഷ്ഠിക്കുമ്പോഴാണ് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കാനായിട്ട് സാധിക്കും. യേശു നമുക്ക് കാണിച്ചത് തന്നെയാണ്. ഈ 40 ദിവസം യേശു ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രലോഭനെ പരിചയപ്പെടുത്താനായിട്ട് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചു. പ്രാർത്ഥന കൂട്ടാം. നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഏറ്റവും അധികം കുറയ്ക്കുന്നതെന്ന് അറിയോ? പ്രാർത്ഥന. പ്രയാസങ്ങളും ബുദ്ധിമുട്ടും സഹായങ്ങളും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂട്ടേണ്ടത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൂട്ടുമ്പോഴാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുക. തോബിത്തിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഈ നിയമാവർത്തന പുസ്തകങ്ങൾ 9-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. നിയമാവർത്തന പുസ്തകങ്ങൾ 9-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. അല്ല, നിയമാവർത്തനങ്ങൾ 9-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. അത് തന്നെയാ.
യേശുവിലുള്ള പാപത്തിന്റെ പരിഹാരം നമ്മൾ ചെയ്യണം. നമുക്കറിയാം, ഇപ്പോൾ യൂട്യൂബിൽ ഒത്തിരി വരുന്നുണ്ട്, നമ്മുടെ ബിൽഡിംഗ് ടാക്സ് ഒക്കെ സർക്കാർ വർദ്ധിപ്പിച്ചു. ഞാൻ എല്ലാ വർഷവും ടാക്സ് അടയ്ക്കണം. നമ്മുടെ നികുതി ഒരു വർഷം അടയ്ക്കുന്നില്ല, 2-ാം വർഷം അടയ്ക്കുന്നില്ല, 3-ാം വർഷം അടയ്ക്കുന്നില്ല, 4-ാം വർഷം, 10 വർഷം അടയ്ക്കുന്നില്ല. എല്ലാം കൂടിയിട്ട് ഒരു വലിയ എമൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാ കൊല്ലം നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിന്റെ പരിഹാരം ചെയ്യാനുള്ള അവസരം കൂടിയാണ് നോമ്പ് കാലഘട്ടം. എല്ലാം കൂടിയിട്ട് എല്ലാ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ അവസാനം തന്നു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാനും പറ്റില്ല, നമ്മൾ കിടന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ് പരീക്ഷ എഴുതാതെ അവസാനം 10-ാം ക്ലാസ് പരീക്ഷ വന്നാല് നമ്മൾ ആകെ കിടന്ന് കഷ്ടത്തിലാവും എന്ന് പറഞ്ഞതുപോലെയാ. അപ്പൊ ഓരോ വർഷവും ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം. ഈ 4-ാമത്തെ ഒരു കാര്യം കൂടി ഇതിനകത്ത് വ്യക്തമായിട്ട് പറയാണ്. യോന 3-ാമത്തെ അധ്യായം 5-ാം വാക്യം. യോന 3:5. യോന 3:5. യോന നിനിവെ നഗരം നശിപ്പിക്കാനായിട്ട് ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ യോന ചാക്കൊടുത്ത് ചാരം പൂശി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ആ നിനിവെ നഗരത്തെ നശിപ്പിക്കാൻ പോയപ്പോൾ അറിഞ്ഞപ്പോൾ യോന ചാക്കൊടുത്ത് ചാരം പൂശി എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചോ? അവസാനം ദൈവം ആ നഗരത്തെ നശിപ്പിച്ചോ ഇല്ലയോ? നശിപ്പിച്ച ഇല്ല. ദൈവത്തിന്റെ മനസ്സ് മാറ്റി. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങള്, ത്യാഗങ്ങള്, നമ്മുടെ മേലെ വരുന്ന ശിക്ഷകള് നമ്മുടെ മേൽ വരുന്ന ആപത്തുകള്, അപകടങ്ങള് മാറിപ്പോകാനായിട്ട് സാധിക്കും. അങ്ങനെ കൂടെയുണ്ട്. നമ്മൾ തന്നെ വിശദീകരിക്കുമ്പോൾ കർത്താവ് നിന്റെ മേലെ അത്ഭുതം സൃഷ്ടിക്കുന്ന പറയുന്നേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലെ വർഷിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ നോമ്പുകാലം നമ്മൾ ആചരിക്കുന്നത്. 5-ാമതായിട്ട് നെഹമ്യയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. നെഹമ്യ 1-ാമത്തെ അധ്യായം 4-ാം വാക്യം. ഓക്കെ, മതി. ഇത്രയും ഒരു സാരാംശം. ഞാനിപ്പോ എൻ്റെ വീട്ടില് ഉപവാസെടുത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വല്ല പ്രത്യേകതയുണ്ടോ? വല്ല ഗുണമുണ്ടോ? നന്മയുണ്ടാണ്. ഞാൻ ഉപവാസമെടുത്ത് ത്യാഗത്തെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും നന്മയുണ്ടാവും. തിന്മ അവിടുന്ന് വഴി മാറിപ്പോ. ആ നെഹമ്യ 1-ാമത്തെ 4-ാം വാക്യത്തില് ആ ഇസ്രായേലിന് മേലെ നെഹമ്യ ആ ത്യാഗെടുത്ത് ഉപവാസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ തിന്മ അവിടുന്ന് മാറി നന്മയുണ്ടാകുക ചെയ്യുന്നത്. നന്മയുണ്ടാകും. അപ്പൊ നമ്മള് ഉപവാസ ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ഗുണം, എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറയ്ക്ക് നന്മ ദൈവം വരുത്തും.
5 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്: 1, പിശാചിന്റെ പ്രലോഭനങ്ങൾ പരാജയപ്പെടുത്തുവാനായിട്ട്, പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാനായിട്ട്, പാപത്തിന് പരിഹാരമായി മാറുവാനായിട്ട്, ദൈവത്തിന്റെ മനസ്സ് മാറ്റി നമ്മിലേക്ക് കൃപയും അനുഗ്രഹവും കടാക്ഷിക്കുവാനായിട്ട്, മറ്റുള്ളവരിലേക്ക് നന്മയുണ്ടാകാൻ, എനിക്കും മറ്റുള്ളവരിലേക്കും നമ്മുടെ ലോകത്തിന് നന്മയുണ്ടാകാനായിട്ട് ഈ നോമ്പ് കാലഘട്ടം സഹായിക്കും. അതിനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലഘട്ടം അനുഗ്രഹപ്രദമാകാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.